ഇന്നിപ്പോൾ പുറത്തോട്ട് പോയി 2-3 കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് രാവിലെ തന്നെ ഇങ്ങനെ ഒരുങ്ങി റെഡിയായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. ആമി രാവിലെ തന്നെ അംഗൻവാടി പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് മാത്രമേ ഉള്ളൂ. ഒറ്റയ്ക്കെന്ന് പറഞ്ഞാൽ ഹസ്ബൻഡ് കൂടെ ഉണ്ട്. പക്ഷേ ആളെന്നെ അവിടെ കൊണ്ടുവിട്ടിട്ട് ജോലിക്ക് പോകും. അങ്ങനെ ഞാൻ നേരെ അക്ഷയയിലായിരുന്നു ആദ്യം വന്നിട്ടുണ്ടായിരുന്നത്. അക്ഷയ വന്നിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ബാങ്കിൽ കയറാനുണ്ടായിരുന്നു. അങ്ങനെ ബാങ്കിൽ കയറി. അത് കഴിഞ്ഞ് സാധനങ്ങൾ കുറേ വാങ്ങിക്കാനുണ്ടായിരുന്നു. കുറേ നാളായി കുറേ സാധനം വാങ്ങിച്ചിട്ട് അങ്ങനെ സാധനമൊക്കെ വാങ്ങിച്ചു. ഹസ്ബൻഡിൻ്റെ കൊടുത്ത് അവർ കാറിന് വന്നു. ഞാൻ ദേ ബസ്സിന് കുറേ നാൾക്ക് ശേഷമാണ് ബസ്സിന് പോകുന്നത്. അങ്ങനെ ബസ്സിന് വന്ന് നേരെ വീട്ടിൽ വന്നു. ഇനി വൈകുന്നേരം ഹസ്ബൻഡ് ജോലി കഴിഞ്ഞിട്ട് വരുമ്പോഴാണ് ആ സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. വീട്ടിൽ വന്നപ്പം അതുകൊണ്ട് തന്നെ തോരൻ വെക്കാനായിട്ട് ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ കുമ്പളങ്ങ ഇരിപ്പുണ്ടായിരുന്നു ഒരെണ്ണം, അതെടുത്ത് തോരൻ വെക്കാൻ തുടങ്ങി. ഈ തോരൻ വെച്ചുകൊണ്ട് ഈ വീഡിയോ ഞാൻ കണ്ടപ്പോഴാണ് ഓർത്തത് ഞാൻ ഇങ്ങനെ അരിയാനാണെങ്കിൽ പിന്നെ എന്തിനാണ് ആ കയ്യോറ എടുത്തിട്ടിരിക്കുന്നതെന്ന്. പക്ഷേ എന്തായാലും തോരനൊക്കെ അരിഞ്ഞ് റെഡിയാക്കിയിട്ട് ഇതിനി തോരൻ വെക്കാനാണ്. അത് കഴിഞ്ഞിട്ട് ചോറൊന്ന് ഉണ്ണണം, ഒന്ന് റെസ്റ്റ് എടുക്കണം. അപ്പോഴത്തേന് ആമിയൊക്കെ വരാനായിട്ടുള്ള സമയമാവും. സാധാരണ ഞാൻ തോരനെന്ന് പറയുമ്പോൾ ഇങ്ങനെ അരിയാറില്ല. സാധാരണ നമ്മൾ കൈ വെച്ച് അരിയുന്ന പോലെ തന്നെയാണ് അരിയുന്നത്. ഇതിപ്പോൾ ഇതായതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ അരിഞ്ഞെടുക്കാൻ പറ്റും. അങ്ങനെ തോരനും വെച്ച് ചമ്മന്തി അരച്ചിട്ടുണ്ടായിരുന്നു. ചോറിന് നല്ല ചമ്മന്തിയും തോരനും ചോറും. പിന്നെ ഇത് റംബൂട്ടാൻ അച്ചാറാണ്. വീട്ടിൽ ചെന്നപ്പോൾ അമ്മ തന്നു വിട്ടതാണ്. ചിക്കൻ കറിയും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൂടെ എടുത്ത് നല്ലോണം ഫുഡ് കഴിച്ചു ഉച്ചയ്ക്ക്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ ആമി വന്നു. അപ്പോൾ അങ്ങനെ ആമിയുടെ കൂടെയുള്ള ബാക്കി പരിപാടികളൊക്കെ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.